ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A4PSCയുടെ പുതിയൊരു ലെസണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിന്റെ തന്നെ ഭാഗമായ ഗുരുവായൂർ സത്യാഗ്രഹത്തെ പറ്റിയാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് അടുത്തായിട്ട് ചില ഇമ്പോർട്ടൻസ് കുറച്ചും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ചില സംഭവങ്ങളൊക്കെ നമ്മൾ ഇതുമായി റിലേറ്റ് ചെയ്ത് ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തെ പറ്റി മനസ്സിലാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അയിത്തത്തിനെതിരെ നടന്ന ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അതായത് 1931-32 കാലഘട്ടത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ 1931 നവംബർ 1 ആരംഭിച്ച ഒരു സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. 1931 നവംബർ 31-32 കാലഘട്ടത്തിലായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം കേരളത്തിൽ നടന്നത്. ഇത് ഓൾറെഡി പറഞ്ഞ പോലെ ഐത്യത്തിനെതിരെ നടന്ന എന്താ പറയാ ഒരു സത്യാഗ്രഹമാണ്. അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ ഐത്യത്തിനെതിരെയായിരുന്നു ഈ സമരം നടന്നത്. സോ ഇത് എന്താ പറയുക, കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഐത്യത്തിനെതിരെ ഒരു ശക്തമായ ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി സഹായകമായ ഒരു സമരം കൂടിയാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഈ സത്യാഗ്രഹത്തിന്റെ നേതാവ് എന്ന് പറയുന്ന കെ കേളപ്പനായിരുന്നു. ഓക്കെ, ലീഡർ എന്ന് പറയുന്ന കെ കേളപ്പന്റെ ആഭിമുഖ്യത്തിലാണ് ഈ സത്യാഗ്രഹം, ഈ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. ഇതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനായിരുന്നു. ഈ 2 ക്വസ്റ്റ്യൻ PSC എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ലീഡർ കെ കേളപ്പനും വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനും ആയിരുന്നു. സോ ഈ സത്യാഗ്രഹം നമ്മൾ പറയുവാണെങ്കിൽ ഭാരതത്തിന്റെ തന്നെ മുഴുവൻ ശ്രദ്ധയും ആകർഷിച്ച ഒരു സത്യാഗ്രഹം കൂടിയായിരുന്നു. ഇന്ത്യയുടെ നാനാ ഭാഗത്തു നിന്നും രാഷ്ട്രീയ പ്രവർത്തകർ സത്യാഗ്രഹികളെ സഹായിക്കാൻ ഗുരുവായൂരെത്തുകയും അനുകൂലിച്ച് രംഗത്ത് വരികയൊക്കെ ചെയ്ത ഒരു സത്യാഗ്രഹമാണ്. സോ ഇത് കേരളത്തിന്റെ അല്ല, ഭാരതത്തിന്റെ തന്നെ ചരിത്രത്തിൽ ഇടം നേടിയ ഒരു സത്യാഗ്രഹമായിരുന്നു. ബിക്കോസ് ഐത്തത്തിനെതിരെ എല്ലാ ഹിന്ദുക്കൾക്കും എന്താ പറയാ അമ്പലത്തിനുള്ളിലേക്ക് കടക്കണമെന്ന് അവർക്കൊരു അതിനുവേണ്ടിയുള്ള ഒരു അവകാശ സമരം കൂടിയായിരുന്നു ഈ ഗുരുവായൂർ സത്യാഗ്രഹം. സോ മറക്കരുത്, ഇതിന്റെ ലീഡർ എന്ന് പറയുന്നത് കെ കേളപ്പനാണ്. ക്യാപ്റ്റൻ എന്ന് പറയുന്നത് വോളണ്ടിയർ ക്യാപ്റ്റൻ ചോദിച്ചിട്ടുണ്ട്, AK ഗോപാലനാണ്. പിന്നെ ഈ എന്താ പറയാ ഗുരുവായൂർ സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്തത് 1931 നവംബർ 1 ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്നും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടി അറിഞ്ഞിരിക്കുക. ഗുരുവായൂർ സത്യാഗ്രഹത്തോട് അനുകൂലിച്ചുകൊണ്ട് ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി ഇതിന്റെ ട്രസ്റ്റി ആയിരുന്ന സാമൂതിരി ക്ഷേത്രപ്രവേശനത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളായിരുന്നു സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ സത്യാഗ്രഹത്തിനെതിരായിട്ട് ഒരു സത്യാഗ്രഹം ആകുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തും എഗനിസ്റ്റ് ആയും ആൾക്കാരുണ്ടാകും. ഇതിന് എതിരായിട്ടുള്ളവര് നമ്മുടെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്ന AK ഗോപാലിനെതിരെ ഭയങ്കരമായി എന്താ പറയുക കയ്യേറ്റമൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. പക്ഷെ അത് ജനങ്ങളെ വളരെയധികം വികാരപ്രക്ഷുബ്ധരാക്കുകയും അവർക്കത് സഹിക്കാവുന്നതിനപ്പുറത്തായിരുന്നു എന്നൊക്കെ പറയാം. അവര് ബലം പ്രയോഗിച്ച് ഇതിന്റെ ഫലമായിട്ട് അവർ ബലം പ്രയോഗിച്ച് ക്ഷേത്രത്തിനുള്ളിൽ കടക്കാനൊക്കെ ശ്രമിച്ചു. സോ 1 മാസത്തോളം പൂജകളെല്ലാം നിർത്തി ക്ഷേത്രമൊക്കെ അടച്ചിടുമായിരുന്നു. അപ്പം 10 മാസം ചെന്നപ്പോഴത്തേക്കും കെ കേളപ്പൻ ഇതിനൊരു അനുകൂലമായി ഒരു ഇത് വരാത്തത് കൊണ്ട് തന്നെ കെ കേളപ്പൻ നിരാഹാരം ഇരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ 1932 സെപ്റ്റംബർ 22 മുതൽ അനിശ്ചിത കാലത്തേക്ക് നിരാഹാര വ്രതം തുടങ്ങി. അനിശ്ചിതകാല വ്രതം കെ കേളപ്പൻ അതിനെതിരെ അതിന്റെ ട്രസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നവരെ ഒട്ടും ഇത്രയധികം ഒരു 10 മാസത്തോളം എല്ലാരും സപ്പോർട്ട് ചെയ്ത് ഒരു സത്യാഗ്രഹം മുന്നോട്ട് പോയിട്ടും അതിനൊരു അനുകൂലമായ ഒരു തീരുമാനങ്ങളൊന്നും വന്നില്ല. അത് കാരണം 1932 സെപ്റ്റംബർ 22 നമ്മുടെ കെ കേളപ്പൻ അനിശ്ചിതകാല വ്രതം ആരംഭിക്കുകയായിരുന്നു. പിന്നെ അത് 1932 ഒക്ടോബർ 2 ഗാന്ധിജി ഇടപെട്ടിട്ടാണ് ആ സമരം അവസാനിക്കുന്നത്. ഓക്കെ, 1932 സെപ്റ്റംബർ 22 തുടങ്ങുന്ന ഈ എന്താ പറയാ സത്യാഗ്രഹം അനിശ്ചിതകാല വ്രതം അവസാനിപ്പിക്കുന്നത് എന്നായിരുന്നു 1932 ഒക്ടോബർ 2 ഗാന്ധിജി ഇടപെട്ടിട്ടാണ്. അപ്പോഴത്തേക്കും ക്ഷേത്രപ്രവേശനത്തെ കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായുകയും ഒക്കെ ഉണ്ടായി. ഇതിനകത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് കൂടി ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഗുരുവായൂർ സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാണ്? 1931 നവംബർ 1 ഇതിന്റെ ലീഡർ എന്ന് പറയുന്നത് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. ഇതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്ന AK ഗോപാലനാണ്.
ഈ സത്യാഗ്രഹത്തിന് അനുകൂല 10 മാസത്തിന് ശേഷം അനുകൂലമായ നടപടികൾ ഉണ്ടാകുന്നതിനെ തുടർന്ന് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഇതിനെതിരെ എന്ത് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു? കെ കേളപ്പന്റെ നേതൃത്വത്തിലല്ല, കെ കേളപ്പൻ ഒറ്റയ്ക്ക് ക്ഷേത്രത്തിന് മുന്നിൽ നിരാഹാര വ്രതം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. ഇത് സ്റ്റാർട്ട് ചെയ്തത് 1932 സെപ്റ്റംബർ 21 അനിശ്ചിതകാലം വ്രതമാണ് എടുത്തിരുന്നത്. സോ ഇത് ഗാന്ധിജി ഇടപെട്ട് അവസാനിപ്പിക്കുകയുണ്ടായി. അത് 1932 ഒക്ടോബർ 1 സോ നിങ്ങൾ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ഓർത്തിരിക്കുക. 1931 നവംബർ 1 പിന്നെ ഇതിന്റെ നേതൃത്വം നൽകിയത് കെ കേളപ്പനാണെന്നും വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനാണെന്നും ഓർത്തിരിക്കുക. ഇത്രയും 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇത് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഇതിന്റെ പിന്നിലുള്ള ചരിത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നമുക്ക് എപ്പോഴും കേരളത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ചരിത്രങ്ങൾ എപ്പോഴും നമ്മുടെ ഉത്ഭവത്തിന് പിന്നിലുള്ള കാര്യങ്ങളെ പോലെയാണ് അല്ലെ. നമ്മൾ എങ്ങനെയാണ് ഓരോ കാലഘട്ടവും കടന്ന് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എത്തിയത് എന്നുള്ള ഒരു അറിവ് നമുക്ക് എന്നും ഉപകാരമേ തരത്തുള്ളൂ അല്ലെ. നമ്മൾ എപ്പോഴും പറയില്ലേ, നമ്മൾ ഏത് നിലയിൽ എത്തിയാലും നമ്മൾ വന്ന കാലം മറക്കരുതെന്ന് പറയുന്ന പോലെ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. സോ നിങ്ങൾ ചരിത്രം അറിഞ്ഞിരിക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഇത് നോക്കിയിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എക്സാംസിൽ അത് ഗുണം ചെയ്യും. അപ്പം ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതലായ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ അതെനിക്കൊരു പ്രചോദനമായിരിക്കും. താങ്ക് യു സോ മച്ച്.